അല്ല എന്താ നിന്റെ ഉദ്ദേശം? ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കാന്നാണോ? നീ ഇവിടെ കയറി ഇങ്ങനെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇക്കെന്താ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്ത? എനിക്ക് ഒട്ടും പറ്റാഞ്ഞിട്ടല്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഞാൻ എന്തിനാ നിന്റെ അവസ്ഥയെ പറ്റി ചിന്തിക്കുന്നേ? നീ തന്നെ ഉണ്ടാക്കിയ കല്യാണോ? നീ തന്നെ ഇപ്പൊ പറഞ്ഞു വേണ്ടത്. ഈ ഇളയ കൊച്ചിനെ പറ്റി ഒരു തുള്ളിയെങ്കിലും നീ ആലോചിച്ചിട്ടുണ്ടോ ഇതുവരെ? നിനക്ക് എപ്പോഴും നിന്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വന്നേക്കുന്നുള്ളൂ ഇപ്പൊ. എന്തെങ്കിലും പറഞ്ഞോണ്ട് ഇറങ്ങി അങ്ങ് പോയാൽ മതിയല്ലോ. ഇറങ്ങി പോ. എന്താണ്? ആമിയടാ സോറി. ഞാൻ കാരണം നിന്റെ ലൈഫും കൂടെ ആകെ സീനായി. സത്യത്തിൽ അവിടെ ഒട്ടും പറ്റാഞ്ഞിട്ടാ. ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി. നിന്നെ ഓർത്തിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്നത്. അല്ലാതെ ഇക്ക പറയുന്ന പോലെ അല്ല. നീ തന്നെ എൻ്റെ പ്രയോറിറ്റി. ഇതെന്തൊക്കെയായി പറയുന്നത്? കൂടിപ്പോയാൽ എൻ്റെ കല്യാണം ലേറ്റ് ആവും, അത്രല്ലേ ഉള്ളൂ. അതല്ലേ എനിക്കും വേണ്ടേ? ഇതിപ്പോ ലാഭമില്ലേ? നീ എന്തൊക്കെയാ പറയുന്നേ? അല്ലേലും കല്യാണം എന്നല്ല എൻ്റെ പ്രയോറിറ്റി. എനിക്ക് കുറേ പ്ലാൻസ് ഉണ്ട്. അതിന് നമ്മുടെ ഒന്ന് സമ്മതിക്കാൻ പോകുന്നു. പിന്നെ 24 വയസ്സ് വരെ നീ ഈ ഫാമിലിക്ക് വേണ്ടി ജീവിച്ച്, ഇപ്പൊ ഈ 2 കൊല്ലം ആ ചെക്കന് വേണ്ടി ജീവിച്ച്, ഇനിയെങ്കിലും ഇത്തയ്ക്ക് വേണ്ടി ജീവിക്കേ. നീ എപ്പോഴും ഇത്രയും വളർന്ന്? യോളോ എന്ത്? യു ഓൺലി ലീവ് വൺസ്. എന്തായാലും ആവട്ടെ, ബാ. ഉമ്മല കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വിഷമിച്ചിരുന്നാലേ വിശപ്പ് മാറൂല. കാജു, നീ വീട്ടിലേക്ക് വാ. ഇങ്ങനെ ഓരോ ചെറിയ പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകരുത്. ഒരു കുടുംബ ബന്ധവും ദാമ്പത്യമൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അത് സംസാരിച്ച് തീർക്കാം അല്ലേ അളിയാ? ചെറിയ പ്രശ്നമോ? ഞാൻ വരത്തില്ല. നിനക്കിപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയില്ല. മര്യാദയ്ക്ക് ഒരു ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി. ഒക്കെ പുറത്തുനിന്നും കഴിച്ച് ഞാൻ ആകെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതെ, ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നേരത്തെ എടുക്കണ്ടേ. അളിയാ കേട്ടല്ലോ, ഇതാണ് ഇവിടെ സ്വഭാവം, തർക്കുത്തരം. എനിക്കേ വേറെ പണിയുണ്ട്. ഞാനിവിടെ നിന്ന് കോംപ്രമൈസ് ചെയ്യാനാ വന്നത്. ഞാൻ പുറത്തുണ്ടാവും. നിന്റെ സാധനങ്ങൾ എന്താ വെച്ചാൽ എടുത്തു വെച്ചു. ഇക്കാക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇത് പറഞ്ഞല്ലേ വരുന്നില്ലാന്ന്. നിന്നോട് ഞാൻ ചോദിച്ചോ? നിന്നോട് ചോദിക്കുമ്പോൾ നീ പറഞ്ഞാൽ മതി. അളിയാ, ഞങ്ങളുടെ വീട്ടിലെ പെമ്പിള്ളേർ വരെ സംസാരിച്ചു തുടങ്ങി. നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ പ്രവണത ഇല്ല കേട്ടാ. അത് നിങ്ങളുടെ വീട്ടിൽ നല്ല പെമ്പിള്ളാരില്ലേ? നിർത്തടി. ഷെബീക്കേ, നീ അതിനേക്കണ്ട. എൻ്റെ പെങ്ങളെ കെട്ടി എന്നുള്ള ഒറ്റ കാണും കൊണ്ടാണ് നീ പറഞ്ഞ കാണാകോണം ഇത്ര നേരം ഞാൻ കേട്ടത്. ഇനി ഇവിടെ നീ വർത്താനം പറഞ്ഞ അളിയാന്നുള്ള ഞാൻ അങ്ങ് മറക്കും. പറയും പോടാ. അൻസാറേ, നീ പഠിക്കും. നിന്റെ മൂത്ത പെങ്ങൾ ഞാൻ നിൽക്കുന്ന പോലെ നിന്റെ ഇളയ പെങ്ങൾ നിൽക്കുമ്പോൾ നീ പഠിച്ചോളൂ. അത് ഞാൻ നോക്കിക്കോളാം. നീ ഇറങ്ങിക്കോ. ഞാൻ അറിയിക്കേണ്ട പോലെയൊക്കെ അറിയിച്ചോളാം കേട്ടോ. നിൻ്റെ ഇഷ്ടമല്ലാണ്ട് നിന്നെ ഇവിടെ നിന്ന് ആരും കൊണ്ടുപോകില്ല. കയ്യിൽ ഓരോ സർട്ടിഫിക്കറ്റ് ഇരിപ്പില്ലേ, ഇതിൽ ജോലി കിട്ടുമോ നോക്ക്. ആ സ്റ്റൈലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വല്ലതും പഠിച്ചാൽ നിനക്കുള്ള അല്ല കണ്ടല്ലോ. ഇങ്ങനെ കാഴ്ചക്കാരായി മാത്രം ഇരുന്നാൽ മതി. ഇനി വെറും കാഴ്ചക്കാരായി മാത്രം ഒതുങ്ങേണ്ട, നിങ്ങൾക്കും കഥയുടെ ഭാഗമാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം കഥാപാത്രങ്ങൾ എന്ത് ചെയ്യണം, കഥ എങ്ങോട്ട് പോകണമെന്ന്. കൂടാതെ കഥാകഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എക്സൈറ്റിംഗ് ഗെയിംസുകൾ. സോ ഇപ്പോൾ തന്നെ AV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ആൻഡ് സ്റ്റാർട്ട് ബിൽഡിംഗ് യുവർ സ്റ്റോറീസ്.